ഡിയർ സ്റ്റുഡൻസ്, കഴിഞ്ഞ ദിവസം നമ്മൾ പോൾ ചെയ്തിരുന്ന ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദ ഫോർമുല ഫോർ കാൽക്കുലേറ്റിംഗ് ജനറൽ ഫെർട്ടിലിറ്റി റേറ്റ്. ഒരുപാട് കൺസെപ്റ്റ് മനസ്സിലാക്കേണ്ട ഒരു ഏരിയയാണിത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ബർത്ത് റേറ്റ് തൊട്ട് തുടങ്ങേണ്ട കാര്യമാണ്. ബർത്ത് റേറ്റ് ഉണ്ട്, ഡെത്ത് റേറ്റ് ഉണ്ട്, ജനറൽ ഫെർട്ടിലിറ്റി റേറ്റ് ഉണ്ട്, അതേപോലെ തന്നെ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് ഉണ്ട്, ഗ്രോസ് റീപ്രൊഡക്ഷൻ റേറ്റ് ഉണ്ട്, അതിനെ GRR എന്ന് പറയും, നെറ്റ് റീപ്രൊഡക്ഷൻ റേറ്റ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഒരുമിച്ച് പറഞ്ഞു തരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യമാണ്. ആദ്യം ബർത്ത് റേറ്റിനെ പറ്റി പറയാം. ബർത്ത് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 പോപ്പുലേഷനിൽ എത്ര പേർക്ക് കുട്ടികൾ ജനിക്കുന്നു എന്നുള്ള കണക്കാണ്. അപ്പോൾ 1000 പോപ്പുലേഷൻ എന്ന് പറയുന്ന കണക്ക് എന്തിനെടുക്കുന്നു എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പെർസെൻറ്റേജ് പറയാറുണ്ട്. പെർസെൻറ്റേജ് പറയുമ്പോൾ ആർക്കും തന്നെ അത് 100-ൽ പറയുന്ന കാര്യമാണെന്ന് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ഒരു കുട്ടിക്ക് 80% മാർക്കുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ടോപ്പ് വാല്യൂ നിൽക്കുന്നത് 100-ലാണ് എന്ന് അണ്ടർസ്റ്റുഡാണ്. അതേപോലെ തന്നെ ഓരോ രാജ്യത്തും ഓരോ പ്രദേശത്തും പോപ്പുലേഷൻ്റെ നമ്പർ വേരി ചെയ്തുകൊണ്ടിരിക്കും. ചിലപ്പോൾ 10,000-ങ്ങളായിരിക്കും, ചിലപ്പോൾ ലക്ഷങ്ങളായിരിക്കും, ചിലപ്പോൾ 10 ലക്ഷമായിരിക്കും. അപ്പോൾ ആ ഒരു പോപ്പുലേഷൻ്റെ നമ്പർ വേരി ചെയ്യുമ്പോഴും നമുക്ക് കണക്ക് കൃത്യമായിട്ടും കിട്ടണം എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ 1000 എന്ന് പറയുന്ന ഒരു വാല്യൂ വെച്ചിരിക്കുന്നത്. അപ്പോൾ 1000 ആൾക്കാരിൽ എത്ര കുട്ടികൾ ജനിക്കുന്നു എന്നുള്ള കണക്കാണ് ബർത്ത് റേറ്റ് എന്ന് പറയുന്നത്. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എത്ര കുട്ടികൾ ജനിക്കുന്നു ഡിവൈഡഡ് ബൈ മിഡിയർ പോപ്പുലേഷൻ എന്ന് പറയും. എല്ലാവർക്കും കൺഫ്യൂഷനുള്ള ഒരു കാര്യമാണ് ഈ മിഡിയർ പോപ്പുലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്. കറക്റ്റായിട്ടും ഇയറിൻ്റെ മിഡിൽ നോക്കി വരുന്ന പോപ്പുലേഷൻ ആണോ? അങ്ങനെയല്ല കറക്റ്റായിട്ടും വരുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കുട്ടികൾ ജനിക്കുന്നു, ആൾക്കാർ മരിക്കുന്നു, ഈ ഒരു അവസ്ഥ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഓരോ ദിവസവും പോപ്പുലേഷൻ എന്ന് പറയുന്ന കാര്യം വേരി ചെയ്തുകൊണ്ടിരിക്കും. ആൾക്കാരുടെ നമ്പർ വേരി ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ 365 ദിവസവും ഈ നമ്പർ ഇങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കും. കറക്റ്റ് അല്ലേ? അപ്പോൾ ഒരു കറക്റ്റ് വാല്യൂ നമുക്ക് എടുക്കാൻ പറ്റുമോ? അങ്ങനെ എടുക്കാൻ പറ്റാതെ വരുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണ്? ഇതിൻ്റെ ആവറേജ് എടുക്കും. ആവറേജ് എടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ പോസിബിൾ ആവും? ഈ 365 ദിവസത്തെയും സെൻസസ് ഓരോ ദിവസത്തെയും വാല്യൂ എടുത്ത് കൂട്ടിയിട്ട് 365 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വാല്യൂ നമുക്ക് കിട്ടും. അതാണ് കറക്റ്റായിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ ആ ആവറേജ് പോപ്പുലേഷൻ എന്ന് പറയുന്നതാണ് മിഡിയർ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ഇതിനൊരു എക്സാക്റ്റ് വാല്യൂ നമുക്ക് കിട്ടണമെന്നില്ല. സാധാരണ ചെയ്യുന്നത് ആദ്യത്തെ ഒരു മാസവും അവസാനത്തെ ഒരു മാസവും ഉള്ളതൊക്കെ എടുത്ത് ആവറേജ് എടുക്കുകയാണ് ചെയ്യാറുള്ളത്. പക്ഷേ യഥാർത്ഥത്തിൽ കറക്റ്റ് വാല്യൂ നമുക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ 365 ദിവസവും എത്ര പോപ്പുലേഷൻ വീതം വന്നിട്ടുണ്ട് അതിൻ്റെ ആവറേജ് എടുക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ, ഒരു കൺസെപ്റ്റേ ഉള്ളൂ ഈ മിഡിയർ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എത്ര കുട്ടികൾ ജനിക്കുന്നു ഡിവൈഡഡ് ബൈ ഇപ്പോഴത്തെ മിഡിയർ പോപ്പുലേഷൻ അല്ലെ ആവറേജ് പോപ്പുലേഷൻ ഇൻറ്റു നമ്മൾ സാധാരണ 100 ഇടുമ്പോൾ നമ്മൾ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യും. 100-ലാണ് കണക്ക്. അപ്പോൾ ഇൻറ്റു എന്ത് കൊടുക്കണം? 1000 കൊടുക്കണം. 1000 കൊടുത്തു കഴിഞ്ഞാൽ 1000-ൽ കിട്ടും വാല്യൂ. അപ്പോൾ 1000 പേരിൽ എത്ര പേർ ജനിക്കുന്നു എന്ന് നമുക്ക് നാളെ പറയാൻ പറ്റും. നമ്മൾ പെർസെൻറ്റേജ് 100-ൽ പറയുന്ന കൂട്ട് തന്നെ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഡെത്ത് റേറ്റും ഇതേപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റും. എത്ര പേർ മരിക്കുന്നു പെർ 1000 പോപ്പുലേഷൻ. 1000 പോപ്പുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഡിനോമിനേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1000 അല്ല, പകരം മിഡിയർ പോപ്പുലേഷനാണ്. മിഡിയർ എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം, ആവറേജ് പോപ്പുലേഷനാണ്. അപ്പോൾ ആ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇതാണ് അതിൻ്റെ ബേസിക് എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് മാത്രമേ നമുക്ക് മറ്റുള്ളതിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. നമുക്കിനി ഇവിടെ മനസ്സിലാക്കേണ്ടത് ജനറൽ ഫെർട്ടിലിറ്റി റേറ്റാണ്. ജനറൽ ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1000 ആൾക്കാരിൽ എത്ര പേര് ജനിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനകത്തൊരു വ്യക്തത കുറവുണ്ട്. 1000 പുരുഷന്മാരുണ്ടെങ്കിൽ 1000 പുരുഷന്മാർക്കും കുട്ടികൾ ജനിക്കുന്നില്ല. കുട്ടികൾ ജനിക്കുന്ന സ്ത്രീകൾക്ക് മാത്രമാണ്. എല്ലാ സ്ത്രീകൾക്കും കുട്ടികൾ ജനിക്കുന്നില്ല. കുട്ടികൾ ജനിക്കുന്നത് റീപ്രൊഡക്റ്റീവ് ഏജിലുള്ള സ്ത്രീകളിൽ മാത്രമാണ്. അവരുടെ പ്രായം റീപ്രൊഡക്റ്റീവ് ഏജ് എന്ന് പറഞ്ഞ് വെച്ചിരിക്കുന്നത് ഏകദേശം 15 തൊട്ട് 44 വരെയുള്ള വയസ്സാണ്. അപ്പോൾ നമുക്കൊരു കൃത്യത കിട്ടാൻ വേണ്ടി ഈ പറഞ്ഞ 15 തൊട്ട് 44 വയസ്സ് വരെ പ്രായമുള്ള 1000 സ്ത്രീകളിൽ എത്ര പേർക്ക് കുട്ടികൾ ജനിക്കുന്നു എന്ന് കണ്ടെത്തുന്നതിനെയാണ് നമ്മൾ ജനറൽ ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറയുന്നത്. ഈ പറഞ്ഞ 1000 പേരെ എടുക്കുന്നു. അവർ ഏജ് എത്രയാണ്? 15 തൊട്ട് 44 വരെയാണ്. ഇത്തരത്തിൽ 1000 പേരെ എടുക്കുന്നു എന്നുള്ളതല്ല, ആ പോപ്പുലേഷനിലുള്ള ടോട്ടൽ ആൾക്കാരെ എടുക്കുന്നു. 15-നും 44-നും ഇടയിൽ പ്രായമുള്ള എല്ലാ സ്ത്രീകളെയും എടുക്കുന്നു. അതൊരു 10,000 ആണെന്ന് കരുതുക. ഓക്കെ, 10,000 പേർക്ക് 100 കുട്ടികൾ ജനിക്കുന്നു എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ 100 ഡിവൈഡഡ് ബൈ 10,000 ഇൻറ്റു നമ്മൾ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആ 1000-ൻ്റെ റേഞ്ചിൽ നമുക്ക് പിന്നീട് പറയാൻ പറ്റും 1000 സ്ത്രീകളിൽ
അവരിൻ റീപ്രൊഡക്റ്റീവ് ഏജിലുള്ള സ്ത്രീകളിൽ എത്ര കുട്ടികൾ ജനിക്കുന്നു എന്ന്. ആ രീതിയിലാണ് ഇതിൻ്റെ കാൽക്കുലേഷൻ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് റൈറ്റ് ആൻസർ ആയിട്ട് എടുക്കാൻ പറ്റുന്നത് GFR എന്ന് പറയുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ലൈവ് ബർത്ത് ഇൻ എ ഇയർ പെർ നമ്പർ ഓഫ് വുമൺ ഓഫ് ചൈൽഡ് ബിയറിംഗ് ഏജ് ഇൻറ്റു 1000. ആ ചൈൽഡ് ബിയറിംഗ് ഏജ് എന്നുള്ളതാണ് 15 to 44 എന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിതിനകത്ത് മനസ്സിലാക്കേണ്ട കൺസെപ്റ്റുകൾ ഒരുപാടാണ് അല്ലേ. അപ്പോൾ ആ കൺസെപ്റ്റ് ക്ലിയർ ആയെങ്കിൽ മാത്രമേ അടുത്തയിലേക്ക് നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. എന്താണ് ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ്, എന്താണ് ഗ്രോസ് റീപ്രൊഡക്ഷൻ റേറ്റ്, എന്താണ് നെറ്റ് റീപ്രൊഡക്ഷൻ റേറ്റ്, എന്താണ് പോപ്പുലേഷൻ റീപ്ലേസ്മെൻറ്റ് റേറ്റ് എന്നൊക്കെ പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ ഇതിനകത്തെ കാൽക്കുലേഷൻസ് ഒക്കെ നമുക്ക് ക്ലിയർ ആയി വരികയുള്ളൂ. അപ്പോൾ വളരെ കുറച്ച് സമയം, കൂടുതൽ കാര്യം എല്ലാവരും കൃത്യമായിട്ടും ഇത് മനസ്സിലാക്കി നോട്ട് തയ്യാറാക്കുക.